ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഗെയിം പ്ലേ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല മച്ചാൻ. അപ്പോൾ ചെറിയൊരു സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. അതേപോലെ ഫോർമേഷനൊന്നും സെറ്റ് ആവണില്ല, പ്ലേയിങ് സ്റ്റൈലൊന്നും സെറ്റ് ആവണില്ലെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഗൈസ്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കാം. മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ യൂസ് ചെയ്യണ ഫോർമേഷന് 4-2-2 ആണ്. ഏകദേശം എല്ലാ ടോപ്പ് പ്ലെയേഴ്സും യൂസ് ചെയ്യണ ഒരു ഫോർമേഷനും കൂടിയാണിത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ടാറ്റിക്സ് എന്ന് വെച്ചാൽ ലോങ് ബോൾ കൗണ്ടറാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യണ മാനേജർ ക്രിസ്ത്യൻ വാൽബൂനാണ്, സിമിയോണി. എൻ്റെ കയ്യിൽ ബൂസ്റ്റർ മാനേജറും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു GP കൊടുത്ത് മേടിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് തുടങ്ങാം. ഗോൾ കീപ്പർ തൊട്ട് തുടങ്ങാം. ഓക്കെ, പൊസിഷൻ GK കൊടുക്കാം. ഇപ്പോൾ GKൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കീപ്പറാണോ പെർഫോമൻസ് ചെയ്യുന്ന ഒരു കീപ്പറെ പിടിച്ച് സ്ക്വാഡിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഫീച്ചേർഡ് കാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ സബിൽ മസ്റ്റായിട്ട് ഒരു കീപ്പറിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ കീപ്പർ ഫോം ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വരുന്നത് നമുക്ക് സ്റ്റോപ്പർ ബാക്സ് ആണ്. ഡിഫൻസിലേക്ക് പോകുമ്പോൾ 2 സ്റ്റോപ്പർ ബാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റോപ്പർ ബാക്സിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്ട്രോയർ നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാം. ഡിസ്ട്രോയറായിട്ട് ഞാൻ മൾഡീനിനാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അതേപോലെ ബാക്കപ്പിനായിട്ട് ഞാൻ നെസ്റ്റനെ സബിലേക്ക് ഇടും. അപ്പം ഏകദേശം എല്ലാ പൊസിഷനിലും നിങ്ങൾ ബാക്കപ്പ് പ്ലേയേഴ്സിനെ വെക്കണം കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. അടുത്ത CBയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബിൽഡപ്പിന് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗാർഡിയോളിൻ്റെ കാർഡാണ്. നിങ്ങളെല്ലാം ഏത് ബിൽഡപ്പാണ് നൈസ് കളി ആ ഒരു പ്ലെയറിനെ സ്ക്വാഡിൽ ആഡ് ചെയ്യാം. ബാക്കപ്പായിട്ട് ഞാൻ വെക്കുന്നത് ഈ ഒരു സലീബൻ്റെ കാർഡാണ്. നമ്മുടെ മാച്ച് പാസിൽ കിട്ടിയ ഒരു സലീബാണ്, നൈസ് പെർഫോമൻസാണ്. ഓക്കെ, ഇനി നമുക്ക് വിങ് ബാക്സിലേക്ക് പോവാം. വിങ് ബാക്സ് നോക്കുമ്പോൾ രണ്ടും ഡിഫെൻസീവ് ഫുൾ ബാക്സിനാണ് ഞാൻ യൂസ് ചെയ്യണത്. ഒഫെൻസീവിന് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്ത്. അപ്പം ഒരു റൈറ്റ് ബാക്കിൽ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കായിട്ട് ജൂൾസ് കുണ്ടെ, വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്കാണ് ഗൈസ്, അറിയാലോ. ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുമ്പം നമ്മുടെ കോസ്റ്റ് കൂട്ട വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല. അത്രക്കും കിടിലം പെർഫോമൻസ് ആണ് തരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ബാക്കിൽ നല്ലതില്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കൂട്ടനെ റൈറ്റ് ബാക്ക് ഇട്ടിട്ട് ലെഫ്റ്റ് ബാക്കിൽ നല്ലൊരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. അപ്പം കോസ്റ്റ് കൂട്ട ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കളിക്കും, അപ്പോൾ അത് പ്രശ്നമില്ല. നമ്മൾ സബിലേക്കായിട്ട് ഞാനൊരു ഒഫെൻസീവ് ഫുൾ ബാക്കിനെ വെക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ കളിയൊക്കെ തോറ്റ് നിൽക്കുമ്പോൾ നമുക്ക് കംബാക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഫെൻസീവ് ഫുൾ ബാക്കിനെ ഇറക്കും. അപ്പോൾ അറ്റാക്ക് കുറച്ചുകൂടി കിട്ടും. നമുക്ക് മിഡ്ഫീൽഡിലേക്ക് പോവാം. മിഡ്ഫീൽഡിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് DMF. ഇപ്പോൾ DMFൻ്റെ കാര്യം അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് ഈ ഒരു ഫോർമേഷനിൽ DMF. ഇപ്പോൾ DMF നിങ്ങൾ ആങ്കർമാനെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാർഡും ഇല്ലെങ്കിൽ നിങ്ങൾ ബേസ് കാർഡ് സക്കരിയൻ്റെ ഒരു കാർഡുണ്ട്. നമ്മുടെ ലീഗ് 1 മൊണോക്കോ ടീമിൽ സക്കരിയ പറഞ്ഞൊരു പ്ലെയർ ഉണ്ടാവും DMF. ആ ഒരു DMFന് യൂസ് ചെയ്യുക, അത് കിട്ടില്ല പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആങ്കർമാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു മിഡ്ഫീൽഡ് നിങ്ങൾ CMF ആക്കിയിടുക. ഓക്കെ, അത് നിങ്ങൾക്ക് ബോക്സ് ടു ബോക്സോ അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ ആയാലും കുഴപ്പമില്ല. ഞാൻ ബോക്സ് ടു ബോക്സ് രണ്ടും കളിപ്പിക്കാറുണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് ടു ബോക്സിനിടാം. ഫെഡ വാൽവർഡേൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഓർക്കസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ അതിടാം. ഇന്ത്യയിൽ ഓർക്കസ്ട്രേറ്റർ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്. ഈ പെഡ്രീനൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി എടുക്കുക. കിടിലം കാർഡാണ്, നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അതേപോലെ വേറൊരു കാർഡാണ് ഓർക്കസ്ട്രേറ്ററിൻ്റെ പിർലോ. ഇത് ഞാൻ കുറച്ച് കളിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇപ്പം തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ക്വാഡിൽ ആഡ് ചെയ്തത്. ഇനി നമുക്ക് AMFലേക്ക് പോവാം. AMF നോക്കുമ്പോൾ 2 AMF ആണ് ഈ ഒരു പൊസിഷനിൽ വരുന്നത്. ഒരു AMF നിങ്ങൾ എന്തായാലും ഹോൾ പ്ലെയർ ഇടണം. ഓക്കെ, ഹോൾ പ്ലെയർ മസ്റ്റാണ് ഒരു AMF.
ഇപ്പോൾ ഹോൾ പ്ലെയർ ആയിട്ട് നമുക്ക് ജൂഡ് ബെല്ലിംഗം ഉണ്ട്. ബെല്ലിംഗത്തിൻ്റെ കുറേ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിലുള്ളതിൽ നല്ലൊരു ഹോൾ പ്ലെയർ നിങ്ങൾക്ക് ഏതാണ് പറ്റിയത് അതിടാം. അടുത്ത MF നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയിങ് സ്റ്റൈൽ ഇടാം. നിങ്ങൾക്ക് മെസ്സിനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇടാം, ഡീപ് പ്ലേയിങ് ഫോർവേഡ് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇടാം. ഓക്കെ, ഞാനിടുന്നത് നമ്മുടെ ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. നമ്മുടെ ഒരു ക്രൈഫിൻ്റെ ഒരു കാർഡുണ്ട്. ഓക്കെ, ഈ ഒരു ക്രൈഫിൻ്റെ കാർഡാണ് ഞാൻ ആഡ് ചെയ്യണത്. ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആകുമ്പോൾ കുറച്ചിങ്ങനെ കയറി കളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയിങ് സ്റ്റൈൽ ഇടാം. അവിടെ ഇനി ഹോൾ പ്ലെയർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ബാക്കപ്പായിട്ട് ഞാൻ MFലേക്ക് ബാക്കപ്പായിട്ടാണ് ഞാൻ നെയ്മറിനെ വെക്കുന്നത്. അതേപോലെ ഞാനൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ വെക്കുന്നുണ്ട്. അതേപോലെ എഗെയിൻ ഒരു ഹോൾ പ്ലെയറിനെ വെക്കുന്നുണ്ട്. അത് മതി. ഇനി നമുക്ക് 2 CFലേക്ക് പോവാം. രണ്ട് സ്ട്രൈക്കേഴ്സും നിങ്ങൾ ഗോൾ പോച്ചറിന് യൂസ് ചെയ്യുക. ഞാൻ 2 ഗോൾ പോച്ചറിനാണ് യൂസ് ചെയ്യണത്. ഓവൻ്റെ ഒരു കാർഡും അതേപോലെ എംബാബൻ്റെ ഒരു കാർഡും. അപ്പോൾ നിങ്ങളതിലുള്ള നല്ല 2 ഗോൾ പോച്ചേഴ്സിന് നിങ്ങൾ സ്ക്വാഡിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിനും പിന്നെ നിങ്ങൾക്ക് സൂപ്പർ സബ്ബായിട്ട് ആരൊക്കെയാണ് ഇറക്കേണ്ടത് അവരൊക്കെ ഇറക്കിയിടാം. സൂപ്പർ സബ്ബായിട്ട് ഹാളൻഡ് ഉണ്ട്, അതേപോലെ ഇൻസാഗിൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു സലാൻ്റെ കാർഡും കൂടി ആഡ് ചെയ്തിരിക്കണ. അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു സബും കൂടി സ്ലോട്ട് ലെഫ്റ്റ് ഉണ്ട്. നിങ്ങൾ കീപ്പറിനെ ആഡ് ചെയ്തിട്ടില്ല സബിലെങ്കിലും ഒരു സ്ലോട്ട് ലെഫ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്ലേയേഴ്സിനെ ഇട്ടാൽ മതി. ബാക്കപ്പായിട്ട് ഇനിയിപ്പോൾ ആരും വേണ്ട, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്മളൊരു ലംബാർഡിൻ്റെ ഒരു കാർഡുണ്ട് ഹോൾ പ്ലെയർ, അത് ജസ്റ്റ് വെച്ചേക്കിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ക്വാഡ് ബിൽഡിങ്. ചെറിയൊരു സ്ക്വാഡ് ബിൽഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. നമുക്ക് ആങ്കറിങ്ങിൽ 2 CFന് ആങ്കറിങ് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ്. അത് കഴിഞ്ഞ് ആങ്കറിങ് കൊടുക്കുക 2 CFനും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗണ്ടർ ടാർഗറ്റ് ഒരു CFന് വെക്കാം. നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒപ്പോണൻറ്റിൻ്റെ സ്കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈറ്റ് മാർക്ക് കൊടുക്കണം, അതോ മാൻ മാർക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ അതും യൂസ് ചെയ്യാം. ഓക്കെ, ഈ CFന് ആങ്കറിങ് മസ്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ CF കണ്ട് വൈഡായിട്ടായിരിക്കും റണ്ണെടുക്കുക. ഇതിങ്ങനെ നേരെ കളിച്ചോളൂ ആങ്കറിങ് കൊടുത്താൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു സ്ക്വാഡ് ബിൽഡിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഈ ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഗ്രാഫ് ഇതാണ്. ജസ്റ്റ് ഗ്രാഫ് സെറ്റാക്കി ഇങ്ങനെ സെറ്റാക്കുക. ജസ്റ്റ് ഡിഫൻസ് ഒന്ന് ഇറക്കിയിടുക. അതേപോലെ നമ്മൾ ആങ്കർമാൻ DMFനെ ജസ്റ്റ് CBക്ക് അടുപ്പിക്കുക. ബാക്കിയൊക്കെ ഏകദേശം സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കളിപ്പിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്